ജീവനും യമലോകത്ത് കൊണ്ടുവന്നതിനാൽ യമധർമ്മൻ ആകെ സങ്കടത്തിലാണ്. അതെ, കാലനിപ്പോൾ കണ്ടക ശരിയാണ്. രാജൻ ഗോപിയ യമരാജൻ കണക്ക് എഴുതിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? എല്ലാം ശരിയാണ്. ആണോ? നീ കംപ്ലീറ്റ് അഡ്രസ് തെറ്റിച്ചിട്ടാ വരുന്നത്, മനസ്സിലാക്കിയോ? ഇല്ല, ഈ അഡ്രസ് തെറ്റിച്ച് കാരണം ശാപം കിട്ടി ടെൻഷൻ അടിച്ചിട്ട് താടി മുഴുവൻ നീണ്ടു കിടക്കാം. ഇനി ഭൂമി പിടിച്ചിട്ട് ബാർബർ പിടിച്ചിട്ട് വേണം എന്റെ ഇവിടെ ഒന്ന് സേവ് ചെയ്യാൻ. ഒരു തെറ്റ് പറ്റില്ല. അടുത്തതായി നമുക്ക് കൊണ്ടുവരേണ്ട ആളുടെ പേര് പാപ്പച്ചൻ. പാപ്പച്ചൻ റെഡിയാണല്ലോ? ശരിക്കും വായിച്ചു ഓടെ ചേട്ടാ, ഇത് പാപ്പച്ചനാണ്. പിന്നെ ഇത് PA പാച്ചൻ. എന്താണ് ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കുന്നതെന്ന് വെച്ചാ ഒരു പീഡന കേസിൽ കൊണ്ടുവന്നത് എണ്ണയിട്ട് വർക്കല്ലേ ഞാനാണ്. എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സംശയം ചോദിക്കാനാണ്. ഇത് പാപ്പച്ചനാണോ അതോ PA പാച്ചനാണോ? വായിക്കാനൊന്നും അറിയത്തില്ലല്ലേ? അയ്യോ, ഇത് പാപ്പച്ചനല്ല PA പാച്ചനും അല്ല, പിന്നെ PAP അച്ഛൻ. മാറിപ്പോയി. അയ്യോ, ഇത് പാപ്പച്ചനും അല്ല PA പാച്ചനും അല്ല, P അപ്പച്ചൻ. മൊത്തം തെറ്റി കൺഫ്യൂഷൻ. അടുത്ത് നമുക്ക് കൊണ്ടുവരേണ്ട ആളുടെ പേര് ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ കറക്റ്റ് ആണല്ലോ. നോക്കിക്കോ, ഓമനക്കുട്ടൻ അത് കറക്റ്റാണ്. കറക്റ്റ് അല്ലേ? നോക്ക്, PA പാച്ചൻ. പിന്നെ വേറെ കാര്യമുണ്ട്, നൂൽപ്പാലത്തിൽ കെട്ടാനുള്ള മുടി തീർന്നിരിക്കുകയാണ്. ആ മുടി എത്രയും പെട്ടെന്ന് എത്തിച്ചോ. പിന്നെ പഴയ എണ്ണയിലിട്ട് ആളിനെ വറക്കണം പറഞ്ഞ ആൾക്കാർ പരാതി പറഞ്ഞു. ഒരുപാട് എണ്ണ എത്രയും പെട്ടെന്ന് എത്തിക്കണം. ആയിക്കോട്ടെ. ഓനെ വോട്ട് വേണ്ട കാര്യം മുമ്പിൽ വീഴാൻ വെക്കാൻ വന്നാണ്. എന്നാലേ ഒരു പണി ചെയ്യാം. നമ്മൾ നേരെ എവിടെയൊക്കെ ചെല്ലുന്നു? ഒന്നും താമസിക്കേണ്ട, നേരെ ചെല്ലുന്നു നമ്മൾ ഭൂമിയിലേക്ക്. ഇവരെന്നെ വിളിച്ചെടുത്തിട്ട് ഇവനവിടെ പോയി കിടക്കുക. ചിലപ്പോ ഉറങ്ങായിരിക്കും. ഇവന്റെ ഉറക്കം എന്ന് പറഞ്ഞാല് ഒരു മാസമാണ്. ബംഗാളിൽ നമ്മുടെ പാർട്ടി തോറ്റ എങ്ങനെ നോക്കാണ്ടിരിക്കും? ബംഗാളിൽ വോട്ട് ചെയ്യേണ്ട എല്ലാ ബംഗാളികളും ഇപ്പൊ കേരളത്തിലല്ലേ, പിന്നെ എങ്ങനെ നമ്മളെ പാർട്ടി നോക്കാണ്ടിരിക്കും? അതാ വന്ന് പരിശീലനം. ചൊവ്വാഴ്ച പോകാൻ പറ്റും. ചൊവ്വാഴ്ച പോവാം. നമ്മൾ ഓരോരുത്തരുടെ പൊക്കാൻ വന്നതല്ലേ? എന്താ വിചാരിച്ച ഞാൻ ശനിയാഴ്ചക്കാരൻ അണ്ണാഴ്ചരാ അല്ലേ? അല്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അണ്ണാഴ്ചയുടെ കാരൊക്കെ ആയിട്ട് വരുന്ന അയ്യ. മനസ്സിലായി മോനെ. ബാല്യക്കാരല്ലേ രണ്ടാളും? കയറ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ മറന്നു കേട്ടോ. ഇപ്പൊ മനസ്സിലായി. കോർപ്പറേഷന്റെ പട്ടിപിടുത്തക്കാരൻ. ഏതൊക്കെ കാലില്ല അറിയും. എനിക്ക് ആ കാലല്ലേ ഞങ്ങളുടെ ജീവനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലല്ലേ. എന്നാൽ ആ കാലം തന്നെ ഈ കാലം കുറച്ചില്ല കാലം. പിന്നെ ഞാൻ ചൈനയുടെ കാലാണ് അയ്യ. ഞാനൊന്ന് പിച്ചോട്ടെ. ഞാൻ ചിത്രഗുപ്തൻ, ഇത് കാലം. നിങ്ങൾ വിശ്വസിക്കണം, മനസ്സിലായോ? നിങ്ങൾ ചിത്രഗുപ്തൻ, ഇത് കാലം. സംശയമുണ്ടോ? സംശയം. ഇതാ ഐഡന്റിറ്റി കാർഡ്. നമ്മൾ അന്വേഷിച്ചു വന്ന ആളെ പേരെന്തായിരുന്നു? ഓമനക്കുട്ടനല്ലേ? ഇത് ഓമനക്കുട്ടന്റെ വീടാണല്ലോ. വീടാണ്. പക്ഷെ ഓമനക്കുട്ടൻ ഉറങ്ങിയാണ്. അപ്പൊ നിങ്ങളോ? ഞാനും ഓമനക്കുട്ടന്റെ ഫ്രണ്ട്. അവന് ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വഭാവം ഉണ്ട്. അവനെ വിളിച്ചു വരുത്തിയതാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. ഉറങ്ങിക്കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേൽക്കും. ഒരു ഫ്രണ്ട് സുരേഷ് നമുക്ക് കൊണ്ടുവരേണ്ടതില്ലേ? സുരേഷ്. അതെ, ഈ ഒരു മണിക്കൂർ നമ്മൾ വേസ്റ്റ് ആക്കണോ? വേണ്ട,
വേണ്ട. അപ്പൊ ഒരു പണി ചെയ്യാം, ഈ ഗ്യാപ്പ് പോയിട്ട് നമുക്ക് ആ PP സുരേഷിനെ പൊക്കിയാലോ? അത് നല്ല കാര്യം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ നമുക്ക് ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കണം. അതെന്താ? കേരളത്തിൽ ഇപ്പൊ റോഡ് മുഴുവൻ വാഹനങ്ങളെ പ്രളയല്ലേ, പിന്നെ മദ്യപാനികളെണ്ണം കൂടി. PP സുരേഷിന്റെ പരിചയം PP സുരേഷിനെ അറിയോ? പുത്തമ്പലക്കാട് സുരേഷ്. അതെ, അവന്റെ വീട് എവിടെയാ? അതെയോ? അവിടെ അവന്റെ വീട് മലയില്ലേ, ആ മല സൈഡിൽ കൂടെ പോണം. സൈഡിൽ കൂടെ പോണം. വണ്ടിക്ക് പോകില്ല. വണ്ടിയുടെ എന്ത് വാഹനം? പോത്ത്. പോത്ത്. അതാണ് പറഞ്ഞത്. കാലിന്റെ വാഹനം പോത്ത്, ശിവന്റെ വാഹനം കാള, മുരുകന്റെ വാഹനം മയിൽ, ഗണപതിയുടെ വാഹനം എലി. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, അവിടെ പെട്രോളിന് വില കൂടുതലാണ്. പിന്നെ എന്നിട്ട് പോത്തിനെ ഞാൻ ആ ഹോട്ടലിന്റെ മുമ്പ് കൊണ്ടേ കെട്ടിയിട്ടുണ്ട്. നല്ലൊരു ബീഫ് ഫ്രൈ ആയി മാറും. പിന്നെ ഞാൻ സുരേഷിനെ ഇങ്ങോട്ട് വിളിച്ചേ, പറഞ്ഞു മനസ്സിലാവില്ല. ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കാം. പെട്ടെന്ന് വരാൻ പറയണം. ഇവിടെ ടോയ്ലറ്റ് എവിടെയാ? എന്തിനാ? എനിക്കൊന്ന് മൂത്രമൊഴിക്കണ്ടോ? എന്റെ യമധർമ്മ, ഇത് കേരളമാണ്. ഇവിടെ എത്രമാത്രം പുരോഗമിച്ചാലും ആ കാര്യമൊക്കെ നടത്തുന്ന റോഡ് സൈഡിലാണ്. അത് ശരി. സർക്കാരിന്റെ ഖജനാവിന് പൈസ വന്നടാ. സർക്കാരിന്റെ ഖജനാവിന് പൈസ ഇല്ലേ? ക്യൂ നിൽക്കുന്ന മുമ്പിൽ ക്യൂ നിൽക്കല്ലേ. ഞാൻ വലിയ കാര്യം പറയാൻ വിളിച്ചത്. എന്താ പറ? എടാ, എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ കാലം വന്നിട്ടുണ്ടോ? അവന്റെ മുട്ടുകാരി കണ്ടുപിടിക്കാൻ പറ്റൂല. ഇത് ഒറിജിനൽ കാലം. ഐഡന്റി കാർഡ് ഒക്കെ കാണിച്ചു എന്നെ ഇന്ന് കൊണ്ടുപോകും. സത്യമാണല്ലോ. ഞാനിപ്പോ എന്താ വേണ്ടത്? നീ ഒരു കാര്യം ചെയ്യും, നീ ഉടൻ തന്നെ കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്ത് ഉടൻ തന്നെ ട്രെയിൻ കയറി മദ്രാസിലേക്ക് വിട്ടോ. നാളെ രാവിലെ 10 മണിക്ക് നീ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. അത് മതിയോ? ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാ. അങ്ങനെയെങ്കിലും ഒരുത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാലം കഴിഞ്ഞ് എന്നിട്ട് കിടക്കില്ല. അല്ല, വിളിച്ചോ? എന്താ പറഞ്ഞ? സംസാരം കുടിക്കുക. അതെ, നന്നായി. നീ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ കൊണ്ടായ പിന്നെ ഞങ്ങൾ അതൊന്നുമില്ല. ചെറിയ സംശയം ചോദിക്കാനായിട്ട്. പിന്നെ കാലന എന്തൊക്കെ വലിയ കമ്പനി കാലൻ മാഷേ ഏത് സ്കൂളാണ് പഠിപ്പിച്ച പിന്നെ മയത്തിലെ കാലാന്ന് വെച്ചാൽ മയത്തിലെ കാലാന്ന് വെച്ചാൽ ഞങ്ങളെ പരീക്ഷയ്ക്കുള്ള ആൾക്കാരെ പിടിക്കുന്ന ആളല്ലേ. നിങ്ങൾ കൊടുത്ത ഒരാളെ മേലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഒരാളെ പിടിച്ചിട്ട് മേലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഇതാണ് ഞാൻ കൂലിപ്പണിക്കാരനാ. ഇവിടെ ഇത് തന്നെ ഞങ്ങൾ കർമ്മമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവിടെ ഒരു 2 കല്ല് നടത്തി കഴിഞ്ഞാൽ 12 റുപ്യ അതിന് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ അവിടെ നിയമിക്കുന്നു, ആ കർമ്മങ്ങൾ ചെയ്യുന്നു. പൈസക്കല്ല, വെറുതെ പണിയെടുക്കുക. ഞങ്ങളവിടെ അങ്ങനെയല്ല. രാവിലെ പണിയെടുക്കാൻ ഇറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 600-500 റുപ്യ ബംഗാളിൽ കിട്ടും. അതാണ് ഞങ്ങൾ. പിന്നെ വേറെ സംശയം, നമ്മൾ മരിച്ചു കഴിഞ്ഞാലേ ഈ മൂക്കിലെ പഞ്ഞു കുത്തിക്കറ്റുള്ളൂ. അതെന്താ അവിടെ ചെന്നാലും അത് ഞങ്ങൾ അവിടെ കിടക്കാ തലണ്ണ അതൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളിങ്ങനെ വെച്ചാലും പട്ടോട് പൊതുക്കുമല്ലോ. ആ പട്ടൊക്കെ നമ്മൾ എന്താക്കും? തെറ്റില്ല. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? ഹലോ, ഞാനാണ് കാലൻ. അത് കമ്പനിക്കാരെ കുളിപ്പിക്കാടുത്തിരിക്കുന്നത്. രണ്ടും കണക്കന്നെയാ. ഫോണ് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റേ കമ്പനിക്കാരെ കൊണ്ടോ. ആയിക്കോട്ടെ. അത് ഞാൻ മുകളിലേക്ക് വിളിച്ചാ പോകട്ടു. നിന്റെ അച്ഛന്റെ ഭയങ്കര ഫ്രണ്ടാട്ടോ. അച്ഛന്റെ ഭയങ്കര കമ്മിയാണ്. കാണാൻ വന്നതാ. അതെന്തിനാ എന്നെ കാണാൻ ഈ വരുന്നത്? എന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് സമയം വരുന്നത് കേട്ടാ. അതല്ലെന്ന് വന്നില്ലേ നല്ലോണം കാണാം. പിന്നെ
അവിടെ ഉണ്ടെന്ന് ഉണ്ടാ ഉണ്ട് അവർക്ക് കണ്ണിമാങ്ങ അച്ചാറ് ഭയങ്കര കൊടുത്തേക്കണേ ഭയങ്കര ഇഷ്ടവും കൊടുത്തേക്കണേ. ഞാനെന്താ ഗൾഫിലേക്ക് പോവാ. എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പോവേ. കണ്ണിമാങ്ങ അച്ചാറ് കൊണ്ടുപോകട്ടെ ഇത്രൂത്തോ ഇതിപ്പോൾ ഇമ്പൊക്കെ അച്ചാറാക്കാം. ഇതുവരെ ഒന്ന് എണിച്ച് അങ്ങോട്ട് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ മതി ഇപ്പൊ എന്ത് ലൈക്കാണെന്നറിയാം. പിന്നെ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ കമ്പിയായിട്ട് ഞാൻ കാര്യം അച്ഛൻ്റെ കമ്പിയാണ്. അപ്പൊ ഫ്രണ്ടായിട്ട് നീ വിളിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനൊന്ന് വിളിച്ചത്. എന്റെ അച്ഛന് ഒന്ന് വിളിച്ചോ. എന്റെ അച്ഛൻ ഞാൻ സത്യം അച്ഛൻ തൂങ്ങി വെച്ചത് തൂങ്ങി വെച്ചതാണ്. അപ്പൊ ഏതായാലും നിനക്കൊരു നീ ഒരു ഉപകാരം ചെയ്ത സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് ചെയ്തു തരാം. ഹലോ ഞാനാണ് ഇവിടെ നാനൂന്റെ മോനുണ്ടല്ലോ തൂങ്ങിച്ചത്ത് നാനൂല്ലേ ഓന്റെ മോനുണ്ട് ഇവിടെ ഓൻ്റെ അച്ഛനോട് എന്തോ സംസാരിക്കാം. നാനൂരിന് കൊടുക്കോ ഫോണ് കൊടുക്ക് എന്നാ ശരി ലൗഡ് സ്പീക്കർ ഇട്ടിരിക്കണേ. ഹലോ അച്ഛൻ ഞാനാണ് അച്ഛൻ ഞാൻ നാട്ടിൽ നിന്ന് വിളിക്കാണ്. നാട്ടിലോ? നമ്മളെ കാലം ഇവിടെ വന്നിട്ടുണ്ട് അച്ഛാ. കാലം നമ്മളെ സുരേഷിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു അച്ഛാ. അയ്യോ പാവം ചെറുക്കനവൻ. ഞാൻ പറഞ്ഞു നോക്കി അവനൊരു വീടുകളില്ല ചീട്ടുകളില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കൊണ്ടുപോകുന്നു പറഞ്ഞു പുള്ളി. വിശേഷം നല്ല വിശേഷം അച്ഛാ. അച്ഛന്റെ പാടെന്താ? അമ്മയ്ക്കാ അമ്മ പോയി അച്ഛാ. അയ്യോ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. അവിടേക്കല്ല പിന്നെ അമ്മ വെച്ച മൂന്നിനൊന്ന് പാത്താറെ ചന്ദ്രന്റെ കൂടെ ഒളിച്ചോടി പോയി. എന്നാ പേടിക്കില്ല താമസിയാതെ ചന്ദ്രത്തേക്ക് വന്നോളൂ. പിന്നെ അച്ഛാ ഞാൻ വിളിച്ചെന്തിനാറിയോ നമ്മളെ വീട്ടിന്റെ ആധാരങ്ങൾ എവിടെ വെച്ചിട്ടേ? അത് വാങ്ങിക്കൊണ്ട് പണയം വെച്ചേക്കുന്നു. വാങ്ങിക്കൊണ്ട് പണയം വെച്ചേ? നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് പണയം വെച്ചില്ലയോ? കടപ്പുടിച്ചപ്പോഴല്ലേ ഞാൻ കെട്ടിത്തൂങ്ങി കട്ടത്. 3ാം ക്ലാസ് വരെ പഠിക്കാനിന്റെ ആധാരം കൊണ്ട് വാങ്ങിക്കൊണ്ട് പണയം വെച്ച അപ്പോഴത്തേക്ക് കുടുംബം മുടിഞ്ഞു. ആധാരം വിളിച്ചത് വൃത്തിയാക്കാൻ പറ്റ ആധാരം കൊണ്ട് പണയം വെച്ച് ബാക്കിയുള്ള ഇവിടെ കഷ്ടപ്പെട്ട് തലക്കപ്പെട്ട് അല്ല പിന്നെ കാല എന്റെ അച്ഛനവിടെ എന്റെ അച്ഛൻ സ്വർഗത്തിന് ആളെ കുറിച്ച് നടക്കത്തിൽ കിട്ടണം. ആധാരം കൊണ്ട് പണയം വെച്ചില്ല പഴയ ഒരിക്കലും അച്ഛനോട് ആധാരം നോക്കാൻ പറഞ്ഞു നിങ്ങൾ വയസ്സാൻ നോക്കില്ല ചണ്ടടിച്ചാൽ പൊട്ടിക്കും കാലാന്നൊക്കെ ഭയങ്കര ലെവലിൽ വിളിക്കുന്നു. നാളിനോടൊക്കെ സംസാരിക്കണമെന്ന് വിളിച്ചത് സുരേന്ദ്രൻ നിൽക്കുന്നു പറഞ്ഞാൽ ഹലോ എന്റെ കമ്പനിക്കാരെ ഉണ്ട്. എന്റെ പേരത്തെ സുരേന്ദ്രൻ പിള്ള സുരേന്ദ്രൻ പിള്ള ഉണ്ട്. അത് ശരി നല്ല ഒറ്റ സുഹൃത്താ പാല് കഴിച്ചില്ലേ. അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്തിനാ സുരേഷിനെ പുത്തമ്പുരക്കൽ സുരേഷ് ഓനെ അവിടെ പോയി ഓനെ വീപ്പം കുടിക്കാന്ന് അറിയില്ല. അവിടെ പോയി സുരേഷിനെ ഇവിടെ കൊണ്ടുപോകും. എന്താ കൊണ്ടേ കാര്യം കൊണ്ടുപോകും സുരേഷിനെ കൊണ്ടുപോകും. അവിടെ ഉണ്ടാവുമ്പോ സുരേഷ് തൊടാൻ പറ്റും കൊണ്ടുപോകും. സുരേഷ് എത്തില്ലേ അവൻ നാളെ രാവിലെ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനർക്ക് 10 മണിക്ക് നിങ്ങൾക്ക് അവനെ തൊടാൻ പോലും പറ്റൂല. എന്ത് നാളെ രാവിലെ 10 മണിക്ക് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനർക്കും നിങ്ങൾക്ക് അവനെ തൊടാൻ പറ്റൂല. കാല ഉറപ്പാണ് മദ്രാസിൽ ഇറങ്ങുന്നത്. ഉറപ്പല്ലേ? ഈ എന്താ വിചാരിച്ച കാലം ഒരു പൊട്ടനാണ് നന്നായി. എന്നാൽ കേട്ടോ നാളെ രാവിലെ 10 മണിക്ക് മദ്രാസിൽ ട്രെയിൻ ഇറക്കുന്ന സമയത്ത് റെയിലിന് തലയിടിച്ച് മരിക്കേണ്ടവനാണ് അവൻ. അവനെന്താ ഇവിടെ തിരിഞ്ഞ് കളിക്കുന്നത് ഞാൻ ആലോചിക്കാം. ഒന്നോർത്തോ